ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് ഇന്ന് നമ്മുടെ ഫ്രണ്ട് ഐശ്വര്യയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ November 24th ആണ്. അപ്പോൾ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ 12 മണിക്ക് തന്നെ, രാത്രി 12 മണിക്ക് തന്നെ അവൾക്ക് ബർത്ത്ഡേ വിഷസൊക്കെ വിളിച്ചായിരുന്നു, പറഞ്ഞായിരുന്നു, സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അവളെ സർപ്രൈസ് ചെയ്യാൻ പോവാണ്. കാരണം അവൾക്ക് ഒരു ഐഡിയ ഇല്ല ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കുന്ന കാര്യം. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് 10-15 ഫ്രണ്ട്സ് പ്ലാനിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓർത്തു കുറേ നാളായില്ലേ വ്ളോഗ് എടുത്തിട്ട് ഷോർട്ട് വീഡിയോസ് ഇട്ടു, ഇനി കുറച്ച് നാൾ വ്ളോഗ് എടുക്കുക. അഭിഷേക് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ട് വഴിയാണ് അവൻ കേക്ക് ഓർഡർ ചെയ്യുന്നതൊക്കെ നിങ്ങൾ ആദ്യം കാണും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നിങ്ങൾ ആദ്യം പോയി അഭിഷേക് കേക്ക് ഓർഡർ ചെയ്യുന്ന കുറച്ച് ക്ലിപ്പ് കണ്ടിട്ടോ. ഗൈസ്, ഞാൻ നടന്ന് ഇവിടെ എത്തിയതേ ഉള്ളൂ. 10 മണിക്കുള്ളിൽ കേക്ക് ഓർഡർ ചെയ്തില്ലെങ്കിൽ തീർന്നു. പക്ഷേ ഇപ്പോൾ സമയം 10:10. കേക്ക് കിട്ടുമോ ആവോ? നമുക്ക് നോക്കാം. കേക്ക് കിട്ടുമോ എന്നറിയുന്നില്ല. ഇപ്പോൾ വന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞതെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞ് ഒരു നമ്പറുണ്ട്, അത് വിളിച്ചാൽ അയാൾ പറയുകയാണെങ്കിൽ മാത്രം കിട്ടുമെന്ന്. ആവും, അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. നോക്കാം എന്ത് ചെയ്യാമെന്ന്. ഇത് നമുക്ക് ഹസിനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പം അങ്ങോട്ട് പോവുകയാണ്. എന്താവുമെന്ന് അറിയത്തില്ല. ഐശ്വര്യ കണ്ടാൽ തീർന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി നടന്ന് കോളേജിലെത്തി. ഇനി ലൈബ്രറി ചെന്ന് അഭിഷേകിനെ മീറ്റ് ചെയ്യണം. ഇനി അവിടുന്ന് എങ്ങനെയാണ് പ്ലാൻ എന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളിവിടെ ലൈബ്രറിയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി അഭിഷേകിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എന്താകും ഒരു ഐഡിയ ഇല്ല, ഒരു പ്രതീക്ഷയുമില്ല. അവിടെയാണെങ്കിൽ ഹസനെ ഐശ്വര്യ ഓൾറെഡി ഫോണിൽ വിളിച്ചു കഴിഞ്ഞു എവിടെയാണെന്ന് ചോദിക്കും. പക്ഷെ നമ്മൾ കോൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് ഐശ്വര്യ കാണുവാണെങ്കിൽ സോറി, ഇങ്ങനെ പ്ലാനുള്ളതുകൊണ്ടാണ് കോൾ എടുക്കുന്നത്. ഓക്കെ, ആദ്യമായിട്ട് സർപ്രൈസൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ചെറിയൊരു ഇതുണ്ട്. സർപ്രൈസൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും വ്ളോഗ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ പേരോടൊക്കെ വ്ളോഗ് എടുക്കാൻ പറയുന്നുണ്ട്. എല്ലാം ഞാനത് ആഡ് ചെയ്യാൻ ശ്രമിക്കാം. ശരിയാവുമെന്ന് ഒരു ഐഡിയ ഇല്ല. നോക്കാം എന്താ നടക്കുന്നത്. അഭിഷേക് പറഞ്ഞിട്ട് നമ്മൾ ഇത്ര സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് അറിയത്തില്ല. ഓക്കെ, മെസ്സേജ് അയക്കാനുള്ള സ്റ്റിക്കി നോട്ടിൻ്റെ വലിപ്പം കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇവിടെ ഈ കൊച്ചിൻ്റെ പേര് എനിക്കറിയത്തില്ല. പേരെന്തായിരുന്നു മറന്നുപോയി. ഓനോ ഐശ്വര്യ വിളിക്കുന്നു. ഇപ്പം എല്ലാം പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. ഇവിടെ റെഡ് പൈപ്പിൻ്റെ അവിടെ പോയി ഇരിക്കും. അഭിഷേക് നോട്ട് പാഡിൽ അവൻ മേടിച്ചു വെച്ചൊക്കെ ഡയറി മിൽക്കിൽ എഴുതാൻ പോവാണ്. അതാണ് ഇന്നലെ ഞാൻ പോത്ത് പോലെ കിടന്നുറങ്ങി. ബർത്ത്ഡേ പറയാൻ പറ്റിയില്ല. അതെ, 12 മണിക്കൊക്കെ ഞങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു ബർത്ത്ഡേ. പക്ഷെ അണ്ണൻ ബസ് വിളിച്ചിട്ട് ഉറങ്ങിപ്പോയി. അത് തന്നെ. അപ്പോൾ സ്പെഷ്യലായിട്ട് എഴുതുന്നു അല്ലേ? ഓക്കെ. പക്ഷേ ഈ മണ്ടൻ അത് പോർട്രേറ്റിലെടുത്തു. ഐഷു എത്തിയിട്ടുണ്ട്. ഐഷുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്റ്റലിലാണെന്നാണ്, 4 മണിക്ക് വരാമെന്നാണ് നമ്മൾ പ്ലാൻ ഇട്ടിരുന്നത്. ഇതേ പോകുന്നു, ഐഷു പോകുന്നു. ഐഷു, നന്ദന, ഹസ്ന, സാൻ ഇവർ 4 പേരും കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ പ്ലാൻ പെർഫെക്റ്റാണ്. അവർ എൽസിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ശ്രീശരൻ വിളിച്ചിരുന്നു, എല്ലാവരും എൽസിയിലുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ പ്ലാനിൻ്റെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഇപ്പോൾ ലൈബ്രറി അടച്ചു. എന്നിട്ട് ഇവിടെ ഒരു ഇതിൻ്റെ പുറകിലാണ്. അഭിഷേകിൻ്റെ ഡെഡിക്കേഷൻ ആരും കാണാതെ പോകരുത്. നമ്മളിതാ ഇനി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇവൻ്റെ എഴുതണ്ടൊക്കെ എഴുതിയിട്ടുണ്ട്. വീണ്ടും ഐഷു വിളിച്ചിട്ടുണ്ട് നമ്മളെ. അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളിത് കോളേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ അഭിഷേകം കൂടി. ഇനി എന്താ പ്ലാൻ? നമ്മൾ പോകുന്നു നേരെ ഓഫ് മയൂരി. ഓക്കെ, മയൂരി അല്ല യൂബി. അത് തന്നെ. കേക്ക് എടുക്കുക, കേക്കിൽ പേരെഴുതുക, ഓടിപ്പോയി അതെ പോവുക, സർപ്രൈസ് കൊടുക്കുക.
ഞെട്ടിക്കുക. സാനിയ ആര്യനും കിട്ടി. ഹായ് അണിക്ക്. എങ്ങനെ കള്ളം പറഞ്ഞ് ഇറങ്ങിയെന്ന് എനിക്കറിയില്ല ഗൈസ്. നമ്മുടെ കേക്കുകൾ ഇരിക്കുന്നു. 2 കേക്കാണ് ഗൈസ് ഈ പ്രാന്തം മേടിച്ചത്. ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. വൈറ്റിനകത്ത് ബ്ലാക്ക് അടിക്കുന്നതാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. ഇത് മഞ്ഞ ഫോറസ്റ്റ് ആണ്. നമ്മൾ പേര് എഴുതിയിരിക്കുകയാണ്. വെള്ളയുടെ മേളിൽ വെള്ളം എഴുതുക. വെറൈറ്റി അല്ലേ അല്ലേ? യെസ്, നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും സെറ്റല്ലേ? 2 കേക്കും ഉണ്ട്. ഡൺ. ആര്യനുണ്ട്, സാനുണ്ട്, അഭിഷേകുണ്ട്. നമ്മളിപ്പോൾ പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്താവുമെന്ന് ഒരു ഐഡിയ ഇല്ല. അതെ 2 കേക്ക് പിടിച്ചിട്ട് തന്നെയുണ്ട്. ഐശ്വര്യനെ കൊണ്ട് ഹസ്നെ എങ്ങോട്ടോ പോയിട്ടുണ്ട്. അവിടെ നമ്മുടെ എല്ലാവരും നമ്മൾ വിളിച്ചു വരുത്തിയ എല്ലാവരും ഇപ്പോൾ ഉണ്ട്. നമ്മളിത് ഇവിടെ എല്ലാവരും കൂടി ഒളിച്ചിരിക്കുകയാണ്. നമ്മളിത് ഇവിടെ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ബാക്കി നമ്മുടെ എല്ലാവരും ഇപ്പൊ ആടിന്റെ ഇടയിൽ കൂടെ അവര് വരുന്നുണ്ട്. അതേ വരുന്നുണ്ട് കേട്ടോ. ഐഷു ഹസനെ വരുന്നുണ്ട്. അയ്യോ ജസ്റ്റ് ബസ്സിനെ കണ്ടില്ല. അവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. ഗൈസ്. ഓക്കെ, ഇത് ഞങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. കഷ്ടപ്പാടൊരു കേക്കിന്റെ അത് തന്നെ. ഒരു ബർത്ത്ഡേക്ക് ഞങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും എഫേർട്ട് ഇടുന്നത്. നിങ്ങളോ? ഞാൻ എന്തൊക്കെ ചെയ്യുന്ന അറിയാലോ. രാവിലെ തൊട്ട് എഴുന്നേറ്റ് പല്ല് കേൾക്കാതെ ഇവിടെ വന്നിട്ട്. അത് അണ്ണൻ ഇവിടെ വന്നിട്ടാണ് ഗൈസ് പല്ല് വെച്ചത്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം. അത് ഗൈസ് അവിടെ എല്ലാവരും നിപ്പുണ്ട്. ഐഷു അവിടെ നിപ്പുണ്ട്. ചില്ലി പയ്യെ ആര്യൻ. ഓ എനിക്ക് മേല വെക്കണാച്ചി. പറ. സെൽഫ് ലവ്. എടാ ഇത്ര പണിയെടുത്ത ഞങ്ങൾക്കില്ല. അപ്പൊ ഇനി കേക്ക് കെട്ടിക്കാം. 2ാമത്തെ കേക്ക് കൊണ്ട് സർപ്രൈസ് ചെയ്യാം. അതാണ് നമ്മുടെ പ്ലാൻ. ഇത് ഇത്ര സക്സസ് ആണ്. പിന്നെ ഹായ് പറ. നമ്മള് നമ്മുടെ 2ാമത്തെ കേക്ക് എടുക്കാൻ പോവുകയാണ്. ഇനി അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് വേണ്ടി എന്തുകൂടെ മക്കളല്ല കൂടി തന്നെ. ഞങ്ങള് റിച്ചാണ്. അതെ അതെ അച്ഛൻ റിച്ചാണ്. ബർത്ത്ഡേ അടിപൊളിയായിരുന്നോ? മുഖത്തൊക്കെ കിട്ടിയ എങ്ങനെ തോന്നുന്നു? ഒരു ബ്ലുപ്പ് അടിച്ചേ. എഴുതിയതൊക്കെ ഒന്ന് വായിക്കാവോ? ഇത് അഭിഷേകിന്റെ ഗിഫ്റ്റ് ആണ്. Aishu, you are a very special person in my life. Even though we don't see often, you make the moments memorable. You are the greatest sister and best friend I can have. എനിക്ക് ചത്താ മതി. ഹാപ്പി ബർത്ത്ഡേ. ശ്രീശരന്റെ ഗിഫ്റ്റ്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. സർപ്രൈസ് ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ അക്കു സൈനിങ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. ബൈ.